السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونصلي ونسلم على رسوله الكريم أما بعد. നോമ്പ് നോൽക്കുന്ന ഒരാൾ ഇൻഹേലർ ഉപയോഗിച്ചാൽ അതയാളുടെ നോമ്പിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ? അയാളുടെ നോമ്പ് ബാത്തിലായി പോകുമോ? നോമ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചർച്ചയാണ്. ആ ചർച്ച അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. പുക വേറൊരാൾ വലിക്കുകയാണെങ്കിൽ അത് ശ്വസിക്കുന്നതും, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെയും പെർഫ്യൂമുകളുടെയും ഒക്കെ ഗന്ധം ശ്വസിക്കുന്നത്, രുചി അറിയാനായി നാവിൽ രുചി തൊട്ട് നോക്കുന്നത്, അങ്ങനെ ഈ വ്രതകാലത്ത്, ഈ നോമ്പ് കാലത്ത് നമ്മൾ ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസത്തിലും നാവിൽ തൊടുന്ന രുചിയിലുമൊക്കെ നമുക്ക് അതീവ ജാഗ്രതയാണ്, വളരെയധികം ശ്രദ്ധയുണ്ട്. ശ്വാസത്തിൽ കലരുന്ന പൊടിയും പുകയും ഗന്ധവും വരെ അതീവ ശ്രദ്ധയോടെ മാത്രം ഉള്ളിലേക്കെടുക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതുപോലെ തന്നെ ഉള്ളിലേക്കെടുക്കുന്ന ശബ്ദങ്ങളിലും കാഴ്ചകളിലും ചിന്തകളിലുമൊക്കെ നമുക്ക് ഈ ജാഗ്രത വേണ്ടതുണ്ട്. റമദാനിൻ്റെ പകലുകളിൽ തിന്നേണ്ടെന്നും കുടിക്കേണ്ടെന്നും ശ്വസിക്കേണ്ടെന്നുമൊക്കെ നമ്മൾ തീരുമാനിച്ചതുപോലെ പലതും കാണേണ്ടെന്നും കേൾക്കേണ്ടെന്നും ചിന്തിക്കേണ്ടെന്നും പറയേണ്ടെന്നുമൊക്കെ നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ വയറിന് മാത്രമായൊരു നോമ്പും തഖ്വയും അങ്ങനെയൊന്നില്ലല്ലോ. അങ്ങനെയൊന്ന് ആവാൻ പാടില്ല. നോമ്പെന്ന് പറയുന്നത് നമ്മുടെ ശരീരം പുഷ്ടിപ്പെടാനോ ശരീരം നന്നാകാനോ ഉള്ള ഒരു ഡയറ്റ് പ്ലാൻ അല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിപ്പണിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മുടെ നോമ്പുകളെ ഖബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.